ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, കാരണം ഫീവറായിട്ടൊക്കെ ഇരിക്കുകയാണ്. സോ ഇത് ഉത്രാട ദിവസമാണ്. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവാണ്. തൊഴുവങ്കോട് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞാനും അമ്മയും സിന്ധു ആൻറ്റിയും പിന്നെ അജിത്തേട്ടനും ഉണ്ടായിരുന്നു. അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊഴുതതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ദെൻ നേരെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള പൂവൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഇത് പൂജപ്പുര സൈഡിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വേറെയും പൂക്കൾ കരമന സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൂജപ്പുര സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ എടുത്തപ്പോഴും അതേ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ അത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കരമനയിൽ നിന്നാണ് പൂവൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ മെയിനായിട്ടും താമരയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അത്തത്തിൻ്റെ നടുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുല്ലപ്പൂവും പിച്ചിപ്പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിച്ചിപ്പൂ ലൂസായിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സിന്ധു ആൻറ്റി വീട്ടിൽ വന്ന് അമ്മയ്ക്ക് നല്ല പോലെ അടുക്കിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു മുല്ലപ്പൂവിൻ്റെ ഫാനാണ്. സോ ഞാൻ മുല്ലപ്പൂവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പിച്ചിപ്പൂവാണ് ഇഷ്ടം. സോ അമ്മ പിച്ചിപ്പൂവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനാണ്. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം തന്നെ സിന്ധു ആൻറ്റി കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അമ്മയും അതേപോലെ തന്നെ ക്ലീനിങ് പ്രോസസ്സിലാണ്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. ഈ ഉത്രാട ദിവസം തന്നെ എനിക്ക് കറക്റ്റായിട്ട് തൊണ്ടവേദനയായി. തൊണ്ടവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതെന്നും അപ്പുറമായിരുന്നു തൊണ്ടവേദന. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടെമ്പറേച്ചറും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നല്ല പണികളുണ്ടായിരുന്നു. കിച്ചണിലാണെങ്കിലും ഔട്ട് സൈഡിലാണെങ്കിലും ഒക്കെ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ഓണം ഞങ്ങൾക്ക് കുറച്ച് ഗ്രാൻഡ് ആയിരുന്നു. കാരണം ചിപ്സൊക്കെ വറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ. നോർമലി ഞങ്ങളത് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറാണ് പതിവ്. ബട്ട് ഇത്തവണ സിന്ധു ആൻറ്റി ഉള്ളതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ വറുത്തു. ആ ഒരു കുക്കിംഗ് പ്രോസസ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ വാങ്ങിച്ച നല്ല നാടൻ പച്ചക്കറിയാണ്. വെള്ളായണിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിച്ച പൂവാണ്. ഇപ്പം സിന്ധു ആൻറ്റി ചെയ്യുന്നത് ചിപ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ ഏത്തക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിൽ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിന്ധു ആൻറ്റി. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഏത്തക്ക ചിപ്സൊക്കെ വറക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ശർക്കര വരട്ടിയും ഞങ്ങൾ ഇത്തവണ വെക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ അത് ഫൈനൽ റിസൾട്ട് വരും എന്നൊക്കെ കാണാനായിട്ട്. ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ഓണം കഴിഞ്ഞിട്ട്. കാരണം എനിക്ക് നല്ല പനിയൊക്കെ ആയതുകൊണ്ട് എഡിറ്റൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങളുടെ ഒരു ഓണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഞങ്ങളുടെ ഷൂസൊക്കെ വയ്ക്കുന്ന ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ സിന്ധു ആൻറ്റി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പിച്ചിപ്പൂ കെട്ടുകയാണ്. സിന്ധു ആൻറ്റിക്ക് പൂ കെട്ടാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ സിന്ധു ആൻറ്റി പൂവൊക്കെ കെട്ടും, നല്ല അടുക്കി കെട്ടും. സിന്ധു ആൻറ്റിക്ക് പണ്ട് പൂക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുമ്പോഴും സിന്ധു ആൻറ്റി ഇതേപോലെ വെളിയിൽ നിന്ന് പൂവൊക്കെ പറിച്ച് ഭഗവാനൊക്കെ ചാർത്താറൊക്കെ ഉണ്ട്. അതിനുശേഷം ഗീത ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങിനൊക്കെ ആയിട്ട്. ആൻറ്റി ആണെങ്കിൽ നല്ല പോലെ വീടൊക്കെ ക്ലീൻ ചെയ്തിടും. ഞങ്ങളെ എപ്പോൾ ക്ലീനിങ് ഉണ്ടെങ്കിൽ ആൻറ്റിയെ തന്നെയാണ് വിളിക്കുന്നത്. സോ നമ്മുടെ ചിപ്സിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ചിപ്സ് അല്ല വെക്കുന്നത്, ശർക്കര വരട്ടിയാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ വെച്ചിരുന്ന ഏത്തയ്ക്ക കുതിർക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എനിക്ക് പനിയായതുകൊണ്ട് അമ്മ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുകയാണ്. സോ അപ്പം അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഉരുളിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം ഈ ഒരു ചിപ്സിന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബനാനാസ് എല്ലാം അതിലോട്ട് മാറ്റും നമ്മൾ.
അപ്പോഴേക്കും അമ്മ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. അങ്ങനെ അടുക്കളയിൽ എല്ലാവരും നല്ല ബിസി ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ശർക്കര വരട്ടിയുടെ കുറച്ച് പ്രിപ്പറേഷൻസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിന്ധുവിൻ്റെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തക്ക ഇങ്ങനെ ഉരുളിയിലേക്ക് അരിഞ്ഞരിഞ്ഞ് ഇടുകയാണ്. ഇത് അരിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചൊരു സാധനമാണ്. എൻ്റെ പേരൊന്നും അറിയില്ല എന്താന്ന്, പക്ഷെ വളരെ തിന്നായിട്ട് തന്നെ നമുക്കത് അരിഞ്ഞ് എടുക്കാനും ഒക്കെ പറ്റി. അതുകൊണ്ട് തന്നെ ചിപ്സ് ഭയങ്കര സോഫ്റ്റായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഇത്. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റോ ഒന്നും തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചിപ്സിന് വരില്ലല്ലോ. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ അതേപോലെ തന്നെ അവിടെ ഇരുന്ന് വെജിറ്റബിൾസ് എല്ലാം നാളത്തേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെക്കുകയാണ്. എനിക്കും അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു, കാരണം പൂവെല്ലാം ഇറുത്ത് വെക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്, സിന്ധു ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിരുന്നു അതെല്ലാം ചെയ്യാൻ തന്നെ. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഇത് നടക്കുന്ന ഒരു പരിപാടിയല്ല, കാരണം കൈ ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെയും. അങ്ങനെ ശർക്കര വരട്ടി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയുടെ പ്രിപ്പറേഷൻസ് കാണാം. നെക്സ്റ്റ് ഡേ തിരുവോണമാണ്. തിരുവോണം നല്ല ഐശ്വര്യമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിളക്കൊക്കെ കത്തിച്ച്. പക്ഷേ എനിക്ക് നല്ല പനിയായിരുന്നു. ഞാൻ എങ്ങനെ തിരുവോണം ഡേ സർവൈവ് ചെയ്തു എന്ന് എനിക്കെന്നെ അറിയില്ല, അത്രയ്ക്ക് പനിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ ചെയ്ത് വെച്ചിരുന്ന പൂവൊക്കെയാണ്. അമ്മ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഒറ്റയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പണ്ടത്തെ ഒരു പാത്രമാണ്, അതിപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഓണം അറ്റയർ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ജുവല്ലറിയൊക്കെ അമ്മ പുതിയതായിട്ട് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാൻ ഈറോഡിൽ നിന്ന് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴാണ് ഇതൊക്കെ ഫസ്റ്റായിട്ട് കാണുന്നത് തന്നെ. ഞങ്ങളങ്ങനെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിക്ചർ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും ചോറുണ്ണാറായി. ഫസ്റ്റ് തന്നെ വിളക്കത്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി തിരുവോണം ഡേ നല്ലപോലെ ഷൂട്ട് ചെയ്ത് വ്ളോഗ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് നല്ല പനിയായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് മാത്രമാണ്. എന്നെ കണ്ടാൽ ഇത്രയും പനിയുണ്ടെന്ന് പറയില്ല. ബട്ട് നെക്സ്റ്റ് ഡേ PRS ഹോസ്പിറ്റലിലൊക്കെ പോയി ഡ്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോഴാണ് 100 ഡിഗ്രി പനിയുള്ള കാര്യമൊക്കെ അറിയുന്നത് തന്നെ. അങ്ങനെ സിന്ധു ആൻറ്റി അമ്മയും കൂടെ സദ്യ വിളമ്പാണ്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കുകയാണ്. ഇതിനകത്ത് മെജോറിറ്റി ഐറ്റംസും വീട്ടിൽ തന്നെ വെച്ചതാണ്. എസ്പെഷ്യലി ചിപ്സ് ആണെങ്കിലും ശർക്കര വരട്ടി ആണെങ്കിലും നമ്മൾ ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കറികളെല്ലാം അമ്മ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു സദ്യ. സേമിയ പായസമാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്തവണത്തെ ഓണം വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഓണം തന്നെയായിരുന്നു. സിന്ധു ആൻറ്റി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ആണെങ്കിലും ഉത്രാടം ആണെങ്കിലും തിരുവോണമാണെങ്കിലും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഡേയ്സ് തന്നെയായിരുന്നു ഇത്. അപ്പം എല്ലാവരുടെയും ഓണം നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ ബിലേറ്റഡ് ഓണം വിഷസ് ടു ഓൾ. ഇനി ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും എല്ലാം ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ.